ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് നോളജ് ഹണ്ടർ. അപ്പോൾ 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതുള്ളത് മാത്സിൻ്റെ എക്സാമാണ്. അപ്പോൾ മാത്സിൻ്റെ എക്സാമിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററും കൃത്യമായി പഠിച്ചാലേ നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ആംഗിൾസ്, കോണുകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ട് ഓരോ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ കൂടുതൽ പറയുന്നില്ല, നേരെ ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. സോ ഇതാ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇതാ ഞാൻ വായിച്ചു തരാം. സോ മക്കളെ കൃത്യമായിട്ട് നോക്കാം ഇവിടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ ആംഗിൾ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഇൻ ദ ഫിഗർ ഈസ് 40 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു സർക്കിളാണ്. ആ സർക്കിളിൽ 40 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദ അൺഷെയ്ഡഡ് പോർഷൻ? ഷെയ്ഡ് ചെയ്യാത്തത് എത്ര ഡിഗ്രി ആണെന്ന്. അതായത് നമുക്ക് ഇവിടെ 40 ഡിഗ്രി ഷെയ്ഡ് ചെയ്തു, അതിൽ ഷെയ്ഡ് ചെയ്യാതെ ഇത്രയും ഭാഗമില്ലേ, അത് എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം, അവിടെ നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ, സർക്കിളിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇറ്റ് ഓൾവേസ് ബി 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 360 ഡിഗ്രി ആയിരിക്കും ഒരു സർക്കിളിൻ്റെ ടോട്ടൽ കോൺ. അപ്പോൾ മക്കളെ ആ 360 ഡിഗ്രിയിൽ 40 ഡിഗ്രി ആംഗിൾ ഷെയ്ഡ് ചെയ്തു. അപ്പോൾ അൺഷെയ്ഡഡ് അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാത്തത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ആ 360 ഡിഗ്രിയിൽ നിന്നും ആ 40 ഡിഗ്രി അങ്ങ് കുറച്ചാൽ പോരെ, മതി. അപ്പോൾ 360ൽ നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 320 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി, 320 ഡിഗ്രിയാണ്. റെഡി അല്ലേ? 320 ഡിഗ്രിയാണ്. സോ നമുക്ക് ബി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. സോ ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ? വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? ഈ ചിത്രത്തിൻ്റെ, ഈ സർക്കിളിൻ്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഷെയ്ഡ് ചെയ്ത ഭാഗം എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കാൻ ആദ്യം മക്കളെ ഈ സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 അപ്പോൾ ആ 360 ടോട്ടൽ ആംഗിളല്ല, 360 താഴ്ത്ത് എഴുതാം. ഇനി ഷെയ്ഡഡ് അല്ലേ ചോദിച്ചത്, ഷെയ്ഡ് ചെയ്തല്ലേ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്തത് എത്ര ഡിഗ്രി ആംഗിളാണ്? 40 ഡിഗ്രിയാണ്. സോ ആ 40 ഡിഗ്രി മേലെ എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 360 ഡിഗ്രിയിൽ 40 ഡിഗ്രി ഷെയ്ഡ് ചെയ്തു. ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ. ഇത്ര എഴുതി വെച്ചാലും മതി. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ഇവിടെ 0 ഉണ്ട്. സോ 0 ക്യാൻസൽ ചെയ്യാം. സോ 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 4/36 എന്ന് കിട്ടും. 4/36 ഒന്നും കൂടി ചെറുതായി കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ചെറുതാക്കണമെങ്കിൽ ഈ മേലെയും താഴത്തും 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. മേലെയും താഴത്തും ഒരുപോലെയുള്ള നമ്പർ ഡിവൈഡ് ചെയ്യുക. സോ മേലെയും താഴത്തും ഞാൻ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ താഴത്ത് ഞാൻ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 9 എന്ന് കിട്ടും. അതുപോലെ തന്നെ മേലെ ഞാൻ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. സോ 1/9 ആയിരിക്കും ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം. ഓക്കെ, 1/9 ആയിരിക്കും ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. സോ ഇനി നമുക്ക് നേരെ സി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ക്വസ്റ്റ്യൻ സി. സോ ഞാനിവിടെ എഴുതുന്നു സി. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് അൺഷെയ്ഡഡ്? ഈ സർക്കിളിൽ അൺഷെയ്ഡഡ് അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാത്തത് എത്ര ഭാഗമാണ്? ഇതുപോലെ തന്നെ ചെയ്യാം. ടോട്ടൽ ആംഗിൾ 360. നമുക്കറിയാം ഷെയ്ഡ് ചെയ്യാത്ത ആംഗിൾ 320. അപ്പോൾ അത് മുകളിലും എഴുതി. ഇനി നമുക്ക് 0 ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. സോ ഇവിടുത്തെ ഒരു 0, ഓക്കെ ഞാൻ കളർ മാറ്റിയതുണ്ട്. ഓക്കെ, സോ ഇവിടുത്തെ ഒരു 0 ക്യാൻസൽ ചെയ്തു, ഇവിടുത്തെ ഒരു 0 ക്യാൻസൽ ചെയ്തു. സോ 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എത്ര കിട്ടും മക്കളെ? ഞാൻ 332/36 എന്ന് കിട്ടും. ഉണ്ടോ? ഇവിടുത്തെ 36 എടുത്ത് എഴുതി, 32 എടുത്ത് എഴുതി, ഇവിടെ 36 അതും കൊണ്ട് എടുത്ത് എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 32ലും 36ലും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാ? 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ താഴത്ത് 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 9 എന്ന് കിട്ടും. അതുപോലെ തന്നെ മേലെ 32നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 8 എന്നും കിട്ടും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഫൈനൽ ആൻസർ ഈസ് ഇവിടെ ഫൈനൽ ആൻസർ ഈസ് 8/9. 8/9 ആയിരിക്കും കറക്റ്റ് ആൻസർ. 8/9 ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യനും ഓക്കെ ആണല്ലോ. 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. 3 ക്വസ്റ്റ്യൻ നമ്മൾ ഓക്കെ ആയിട്ട് ചെയ്തു. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലായെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ, സൈനിങ് ഔട്ട് ഫ്രം നോളജ് ഹണ്ടർ.